തേർഡും ഫോർത്തും താണ്ടുമെന്ന് പോലും അറിയില്ല. ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ ആൾക്കാർ മേളിൽ തിളച്ചെണ്ണ വീണ് അപ്പോൾ തന്നെ വടിയാവും. അതുകൊണ്ട് ഒരു കാരണവശാലും മുകളിൽ എത്തത്തില്ല. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സംഭവമാണിത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോട്ടയുടെ ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് ഒരു 5 കടമ്പ കടക്കണം. 5 കടമ്പ കടക്കണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് കയറുമ്പോൾ. പ്രിയമുള്ളവരെ, റാഫി അടൂരാണേ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒമാൻ്റെ 400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒമാൻ്റെ തലസ്ഥാനമായ നിസ്വയിലാണ് കേട്ടോ. നിസ്വ ഫോർട്ടും അതുപോലെ തന്നെ നിസ്വയിലെ സൂക്കും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇതൊരു ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സൂക്കും ഫോർട്ടുമാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ നമ്മുടെ വലിയൊരു യൂട്യൂബർ ആയിട്ടുള്ള ധ്രുവരാട്ടിയൊക്കെ വന്നിട്ട് കിളി പോയ ഒരു ഫോർട്ടാണ്. ഈ ഒരു ഫോർട്ടിൻ്റെ ഉള്ളിലെ ഒരു സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ കിളി പോയ ഒരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു ചന്ത ദിവസമാണ് കേട്ടോ. ഇന്നത്തെ സൂക്കിൻ്റെ ചന്ത ദിവസമാണ് ഇവിടെ. നമ്മുടെ നാട്ടിലൊക്കെ ചന്ത ദിവസം എന്ന് പറയുന്ന പോലെ ചന്ത ദിവസമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സൂക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഫോർട്ടിലേക്ക് കടക്കാം. രാവിലെ 8 മണിക്കാണ് ഫോർട്ടിൻ്റെ ഓപ്പണിംഗ് ടൈം. 8 to 1:30 വരെയാണ് വെള്ളിയാഴ്ച കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ വൻ തിരക്ക്. ഞാൻ ഒരു 10, 15, 20 മിനിറ്റോളം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ പാർക്കിംഗ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ തിരക്ക് ഞാൻ കാണിച്ചു തരാം. രാവിലെ തന്നെ ഇതുണ്ടോ, ഇവിടെ ഇന്ന് ചന്ത ദിവസമാണ് കേട്ടോ. ഇവിടുത്തെ തിരക്ക് കണ്ടില്ലോ, ഭയങ്കര പാർക്കിങ്ങിന് പോലും ഒരു തുള്ളി സ്ഥലമില്ല, അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. ഉണ്ടോ, ഇവിടെയൊക്കെ ഓരോ ചായക്കടകളും അതും ഇതൊക്കെയാണ്. ഇതാണ് ഇവിടുത്തെ ഈ ഒരു പാർക്കിംഗ് ഏരിയ. എന്തൊരു ക്രൗഡാണെന്നറിയോ. അപ്പോൾ നമുക്ക് ഈ ഒരു സൂക്കിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കറങ്ങി നോക്കാം. ഇതാണ് ഈ സൂക്കിൻ്റെ ഒരു കവാടം കേട്ടോ. അതിപുരാതനമായിട്ടുള്ള ഒരു സൂക്കാണ് ഈ സംഭവം. ഇവിടെ മൂലം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഒരു സൂക്കിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഒരുപാട് വിദേശികൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, പഴയ ഒരു മാതൃകയിലുള്ള കുറേ കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ ഓരോന്ന് വിൽക്കുന്നതാണ് കേട്ടോ. ഇത് തിരക്കാണെന്ന് നോക്കിയാൽ രാവിലെ. ഇതൊക്കെ ട്രഡീഷണൽ രീതിയിലുള്ള ഇവിടുത്തെ ഹണിയൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഹണിയും കുങ്കുമൊക്കെ ഒക്കെ വിൽക്കുന്ന ഒരു കാര്യം. താങ്ക് യു. ഇതിവിടെ ഇവിടുത്തെ ഹലുവയാണ് കേട്ടോ. ഒമാനി ഹലുവയാണ് ഈ സാധനങ്ങളൊക്കെ. This is special wallet and Victoria. This one special. ഇത് നമ്മുടെ അത്തിപ്പഴമാണ് കേട്ടോ. അത്തിപ്പഴം, ഫിഗ് 500 paisa. ഇത് വെളുത്തുള്ളിയാണ്. നമ്മുടെ കൂമ്പ് പോലത്തെ ഒരു സാധനം കേട്ടോ. ഭയങ്കര തിരക്കാണ് രാവിലെ ഇവിടെ ഇലകളൊക്കെ വിൽക്കുന്ന സംഭവം. ശരിക്കും ചന്ത ദിവസമാണ് കേട്ടോ ഇന്ന്. ഇവിടെ വെജിറ്റബിളൊക്കെ വിൽക്കുന്ന ഷോപ്പാണ്. രാവിലത്തെ തിരക്ക് കണ്ടില്ലേ നിങ്ങൾ, മുടിഞ്ഞ തിരക്ക് കണ്ടോ. ഇവിടെ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണ്. നമ്മുടെ നാട്ടിലെ നാടൻ കൊലയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വില പേശിയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ഉണക്കമീനാണ്. ഇവിടെ എല്ലാം പച്ചക്കറി വിൽക്കുന്ന സ്ഥലങ്ങളാണ്. നമുക്കിനി ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ആട്ടിനെയൊക്കെ വിൽക്കുന്ന, അതായത് ഗോട്ട് മാർക്കറ്റ്, ആ ഒരു മാർക്കറ്റിനുള്ളിലേക്ക് നമ്മൾ കടന്നു പോവാണ് കേട്ടോ.
ഇതും ഈ സൂക്കിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ളൊരു ഗേറ്റാണേ. ഇതാണ് പ്രസിദ്ധമായ ഗോട്ട് മാർക്കറ്റ്. ഇവിടെയാണ് ആട്ടിനെയൊക്കെ വിൽക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇതുണ്ടോ, ഇത് ഗോട്ട് മാർക്കറ്റിൻ്റെ കവാടമാണ്. ഇതാണ് വിശ്വപ്രസിദ്ധമായ ഗോട്ട് മാർക്കറ്റ്. ഇവിടെയാണ് ആടിനെയൊക്കെ ലേലം വിളിച്ചിട്ട് ഓരോരുത്തർ മേടിക്കുന്നത് കേട്ടോ. ഇതാ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോവാം. പൊളി സംഭവമാണ് ഇവിടെ. തിരക്ക് കണ്ടില്ലോ, ആടിനെ വിൽക്കുന്ന തിരക്ക് കണ്ടില്ലോ, വൻ തിരക്കാണ് ഇവിടെ കേട്ടോ. ആടിനെ വിൽക്കുന്നത്, ആടിനെ വിൽക്കുന്ന മാർക്കറ്റാണ് കേട്ടോ. ആടുണ്ട്, പശുവുണ്ട് കേട്ടോ. നമ്മുടെ കാളച്ചന്തയൊക്കെ ഇല്ലേ, അതേപോലത്തെ കാളച്ചന്ത പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ. ഇവിടുന്നാണ് വില പേശി സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അതൊക്കെ തിരക്ക് കണ്ടില്ലോ, ഭയങ്കര തിരക്ക്, ഒടുക്കത്തെ തിരക്കാ. നമുക്ക് എന്തായാലും കറക്റ്റ് ചന്ത ദിവസം വരാൻ പറ്റി. വെള്ളിയാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത കേട്ടോ. ഇവിടുത്തെ ലേലം വിളിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ആട്ടിനെ. ആടിന് ലേലം വിളിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുകയാണ് കേട്ടോ. ഇതിനൊക്കെ ലേലം വിളിക്കാൻ കൊണ്ടിട്ടേക്കുന്നത് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് ആടുകളെ. ഇവിടുത്തെ പ്രസിദ്ധമായ ആട് മാർക്കറ്റ്, നമ്മുടെ കാളച്ചന്ത പോലത്തെ ആട്ടുചന്ത എല്ലായിടത്തും കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങളെ മുതൽ ഇവിടെ ലേലം വിളിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങൾ, പിന്നെ അറക്കാൻ പറ്റിയത്, വളർത്താൻ പറ്റിയത്, അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് ഇവിടെ. ഇതുണ്ടോ, ആട്ടുചന്തയാണ് ഇവിടുത്തെ. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി. ഇവിടെ ഫുള്ള് ഇതൊക്കെ തന്നെയാണ് പരിപാടി കേട്ടോ. ഇതുണ്ടോ, ഇവിടെ കുറേ വലിയ ആടുകളുണ്ട്. ഈ ആടുകളൊക്കെ വലിയ ആടുകൾ കേട്ടോ. ഇതിലൊക്കെ അറക്കാൻ പറ്റിയ ആടുകളാട്ടോ ഇതൊക്കെ. ഇതുണ്ടോ, ഇവിടെ കയറ് വയ്ക്കുന്ന സ്ഥലമുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഇവിടുത്തെ ചെറിയ നമ്മുടെ മൂരിക്കിടാവൊക്കെ ഉണ്ട് കേട്ടോ. മൂരിക്കിടാവും സംഭവം വലിയ പശുവുണ്ട് ഇവിടെ, അടിപൊളി. ഈ പശുവിൻ്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ. എൻ്റെ മോനെ, ഇവിടെ ചെറിയൊരു മൂരിക്കിടാവ് ഇപ്പോൾ ഉണ്ട്. ഇതുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു മൂരിയാണ് കേട്ടോ ഇത്. ഇവിടെ എല്ലാം പിക്കപ്പയിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്ന് കൊണ്ടിറക്കുകയും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും പൊളി സംഭവമാണ് ഇവിടുത്തെ ഈ ഒരു കാളച്ചന്ത കാണാൻ പറ്റിയതിൽ കേട്ടോ. വലിയ വലിയ കാളയും ചെറിയ കാളയും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ കുറേ പേര് പിക്കപ്പയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഇതിനെ ലേലമൊക്കെ വിളിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. ഇതിങ്ങനെ കൊണ്ട് നിർത്തിയേക്കുവാണ്, വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നിർത്തിയേക്കാണ്. കണ്ടോ, അവിടുന്ന് ചിപ്സ് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അവിടുന്ന് ചിപ്സ് കൊടുത്തതാണ്. ഭയങ്കര കരച്ചിൽ. ഇതിനെയൊക്കെ വിൽക്കാൻ കൊണ്ട് നിർത്തിയേക്കാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. എല്ലാം പിക്കപ്പയിൽ ഇങ്ങനെ സംഭവങ്ങളാണ്. ഇതാ ഇവിടുത്തെ ആ ഒരു തിരക്ക് കണ്ടില്ലേ, ആ ഒരു സൂക്കിലെ തിരക്ക് കണ്ടില്ലേ, ഭയങ്കര സെറ്റപ്പ്. ഇവിടെ ഒരു ആൾ ഫോട്ടോ എടുക്കുന്നുണ്ട്.
കൊണ്ടുപോട്ടോ, ലേലം വിളിച്ച് കൊണ്ടുപോകണേ. എന്തൊരു തിരക്കാൻ നോക്കിയേ. $40 റിയാലെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നടക്കുവാണ് കേട്ടോ. 40 റിയാലെന്ന് പറഞ്ഞിട്ട് 40 റിയാലിന് 2 ആട്ടുംകുട്ടി കേട്ടോ. ഓരോ വിലയും പറഞ്ഞിട്ട് ഇങ്ങനെ ഇവർ കറങ്ങി നടക്കുവാണ് കേട്ടോ. ഓരോ വില ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കുവാണ്, റൗണ്ട് അടിക്കുവാണ്. ഇവിടെ കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട്. തെറ്റിതാ ആട്ടുകുട്ടി. ഇവിടെ ലേലം ഉറപ്പിച്ചു കേട്ടോ സംഭവം. 32 റിയാൽ. ഇവിടെ എല്ലാം വീഡിയോഗ്രാഫേഴ്സാണ് കേട്ടോ. ഇതുണ്ട് ഇവിടുത്തെ വലിയൊരു ആടാട്ടോ ഇത്, ഭയങ്കര ഒരു ആടിത്. कम प्राइस तकरीबन है, कम प्राइस तकरीबन 100 100 റിയാലിന് വിൽക്കാൻ പറ്റിയ ഒരു ആടാണ് കേട്ടത്. ഈ ആടിൻ്റെ വിലയാണ് 100 റിയാൽ. 100 റിയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഇപ്പോഴത്തെ ഒരു 18,000 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. 18 രൂപ ഒക്കെ അടുപ്പിച്ച് വരും. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ചായ വിൽക്കുന്നുണ്ട്. വളരെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ളൊരു സൂക്കാണ് കേട്ടോ ഈ സൂക്ക്. ഇതാണ് ഇവിടുത്തെ ആട്ട് സൂക്ക്, നാട്ടിലെ കാളച്ചന്ത കേട്ടോ. ഇവിടെ എല്ലാം ഫുള്ള് തിരക്കാണ്, ഭയങ്കര ലേലം വിളിയാണ്. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ആട്ടുകുട്ടി ഉണ്ട് കേട്ടോ. ഈ ആട്ടുകുട്ടി ഇതിൻ്റെ കൂടെ കൊടുക്കാനുള്ളതാണ്. ഈ ആടിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇത് ഇതിൻ്റെ കൂടെ ഒരുമിച്ച് കൊടുക്കാനുള്ളതാണ്. ഇത് കേട്ടോ ചെറിയൊരു ആട്ടുകുട്ടി. നല്ല രസമുണ്ട് ഈ ആട്ടുകുട്ടി കേട്ടോ. ഒരുപാട് പേര് ഈ ഒരു ആട്ടുകുട്ടിയെ ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു സുന്ദരി. സുന്ദരനാണോ സുന്ദരിയാണോ എന്ന് അറിയില്ല. നല്ല അടിപൊളിയാണ്. ഇതിവിടുത്തെ മറ്റേ പശുക്കളെ വിൽക്കുന്ന കേട്ടോ. എല്ലാവരും അതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടുന്ന് പുറത്തിറങ്ങുവാണേ. ഒരുപാട് നേരം നിന്ന് നമുക്കിവിടെ ബാക്കിയുള്ള പരിപാടികൾ നടക്കത്തില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ആട് സൂക്ക്. നമ്മളിനി പുറത്തിറങ്ങി പോവാണ്. പുറത്തിറങ്ങിയിട്ട് നമുക്കിനി ഫോർട്ടിലോട്ട് പോകണം. പ്രസിദ്ധമായൊരു ഫോർട്ടുണ്ട്. ആ ഫോർട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൂക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സൂക്കാണേ. ഇവിടെ ഇനി ഡേറ്റ്സ് സൂക്കുണ്ട്, മീറ്റ് സൂക്കുണ്ട്, അങ്ങനെ കുറേ സൂക്കുണ്ട് കേട്ടോ. ഒരു സൂക്കിൻ്റെ ഉള്ളിൽ കുറേ. ഇത് ഹൽവ, ഇത് ഹൽവയുടെ ഒക്കെ ഉള്ളൊരു സൂക്കാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. ഇതൊക്കെ ഓരോ സെക്ഷനാണ് കേട്ടോ. ഇത് ഡേറ്റ്സ് മാർക്കറ്റാണ്, ഡേറ്റ്സ് സൂക്ക്. അതവിടെ ഇത് വെച്ചേക്കണ്ടില്ലേ. ഇതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള ഈത്തപ്പഴങ്ങളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നൊരു സൂക്കാണിത്. ഇത് അങ്ങനെ ഓരോ സംഭവങ്ങളാണ്. ഇതേത്തെ ഷോപ്പാണ് കേട്ടോ. ഇതിവിടുത്തെ തുണിമണിയൊക്കെ വിൽക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഇതെന്താണെന്ന് മനസ്സിലാവില്ല. ഇതൊക്കെ കോഫിയൊക്കെ വിൽക്കുന്ന കേട്ടോ.
ഒമാനി ഹലുവയും കോഫിയൊക്കെ. ഇത് മൊത്തത്തിലുള്ളൊരു ഓപ്പൺ മാർക്കറ്റാണ്. ഇവിടെ എല്ലാം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്നൊരു സംഭവമാണ്. നമുക്കിതൊന്നും കണ്ടാൽ പെട്ടെന്ന് തീരത്തില്ല. അതുകൊണ്ട് നമ്മളിവിടുത്തെ മെയിൻ സംഭവങ്ങൾ മാത്രം കാണിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ്. നമുക്ക് ഫോർട്ടിലേക്ക് പോകാനുണ്ട്. സ്പെഷ്യൽ ഒമാനി ദോശയൊക്കെ വിൽക്കുന്ന സ്ഥലം കേട്ടോ. നമുക്കിനി ആ ഒരു ഡേറ്റ്സ് ഷോപ്പിലേക്ക് ഒന്ന് കയറി നോക്കാം. ഡേറ്റ്സിൻ്റെ സൂക്കിലേക്ക്. തിരക്ക് കണ്ടില്ല രാവിലത്തെ. ഇതാണ് ഇവിടുത്തെ ഡേറ്റ് സൂക്കാണ് കേട്ടോ. ഡേറ്റ് സൂക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി പോവാണ്. രാവിലെ തന്നെ ഇവിടെ കാവ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാവ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാവയൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഈ ഒരു കോഫിയിലുണ്ടാക്കിയ ഇവിടുത്തെ കാവയിലുണ്ടാക്കിയ കാവയാണിത്. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു സംഭവം. അതിൻ്റെ വില ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 3 റിയാൽ. ഇത് ചോക്ലേറ്റ് ടീ ആണ്. അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട് ഇവിടെ. ഭയങ്കര തിരക്കാണ് വിദേശികളുടെ കേട്ടോ. ഫുള്ള് തിരക്കാണ്. ഓരോ ഡേറ്റ്സ് ഇവിടെ വിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഡേറ്റ്സിൻ്റെ ഒക്കെ ഷോപ്പാണിത് കേട്ടോ. ഓരോ തരത്തിലുള്ള സാധനം എടുത്തിട്ട് അവിടെ തന്നെ കൊണ്ടിട്ട് പൈസ കൊടുക്കണം. ഇതൊക്കെ ഓരോ ഡേറ്റ്സിൻ്റെ പ്രോഡക്റ്റുകളാണ് കേട്ടോ. എല്ലാം ഓരോ ഡേറ്റ്സിൻ്റെ പ്രോഡക്റ്റുകൾ അവർ പരിചയപ്പെടുത്താണ്. ഇവിടെ എല്ലാം ഡേറ്റ്സിൻ്റെ പേസ്റ്റുകൾ, പല ഡേറ്റ്സുകൾ, അതുപോലെ തന്നെ ഉണക്ക ഡേറ്റ്സ് എല്ലാം ഇവിടെ ഇങ്ങനെ വിൽക്കുന്ന കൗണ്ടറുകളാണ്. തിരക്ക് കണ്ടില്ലോ. ഇവിടെ ബക്കറ്റ് കണക്കിന് ഡേറ്റ്സ് വിൽക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പാക്കൊക്കെ ചെയ്യുന്ന ഒരു കൗണ്ടറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡേറ്റ്സിൻ്റെ സൂക്ക്. നല്ല രസമുണ്ട്. മുകളിലൊക്കെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ സഫ്രോണുകളാണ് കേട്ടോ. കുങ്കുമമാണ്. കുങ്കുമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പല രീതിയിലും പാക്ക് ചെയ്തിട്ട്. ഇതൊക്കെ ഓരോ കോഫികളാണ്. ഇതൊക്കെ 100% ഓർഗാനിക് കോഫിയാണ്. എന്താ പല രീതിയിലുള്ള എസൻസ്. ഇതുണ്ടോ, ഇത് അത്തറുകളാണ്. അങ്ങനെ ചെറിയ ചെറിയ കൗണ്ടറുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഡേറ്റ്സിൻ്റെ സൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ പലതരത്തിലുള്ള സൂക്കുകളുണ്ട് ഇവിടെ. നമുക്കിനി നേരെ ഫോർട്ടിലേക്ക് പോകാം. ഇവിടുത്തെ പ്രസിദ്ധമായ ഫോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയുന്നത്, ഇത് ഞാനിപ്പോൾ കണ്ടില്ലേ, ആടിൻ്റെ സൂക്ക്, പിന്നെ മെയിനായിട്ട് ഹോൾസെയിൽ ചെയ്യുന്ന സൂക്കുകൾ, പച്ചക്കറി സൂക്കുകൾ, മീൻ മാർക്കറ്റുകൾ, അതുപോലെ തന്നെ മീറ്റ് മാർക്കറ്റുകൾ, അങ്ങനെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഇവിടുത്തെ ഒമാനികളുടെ എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു മെയിൻ സൂപ്പർ സൂക്കാണ് ഈ ഒരു സംഭവം കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. രാവിലെ തിരക്കുണ്ടായതുകൊണ്ട് നല്ല സുഖം. അത്തിപ്പഴമുണ്ട്, ഫ്രഷ് അത്തിപ്പഴം. ഇവിടുത്തെ തന്നെ അത്തിപ്പഴമുണ്ട്. ഇതൊക്കെ നമ്മൾ കയറി വന്നപ്പോൾ കണ്ടതാണേ. അതിൻ്റെ ഉള്ളിലോട്ട് ഇനി കുറേ സംഭവങ്ങളുണ്ട്. ഇതിവിടെ തോക്കൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ. തോക്കുകൾ, ഇത് തോക്കാണേ. ഇതിവിടുത്തെ കഞ്ചറെന്ന് പറയും. ഇതൊക്കെ തോക്കുകളാണ് ഇവിടുത്തെ. ഇതിവിടുത്തെ വടിയും തോക്കൊക്കെയാണേ. ഇതുണ്ടോ പഴയ തോക്കുകൾ. തോക്കുണ്ട്, വാളുണ്ട്, വടിയുണ്ട് ഇവിടുത്തെ. ഇതൊക്കെ ഓരോ കാര്യങ്ങളാണ്. ഇവിടെ അത്തിപ്പഴത്തിൻ്റെ വലിയ സംഭവമാണ് കേട്ടോ. ഇതെല്ലാം അത്തിപ്പഴം കാർട്ടൂൺ കണക്കിന് വിൽക്കുന്ന സ്ഥലമാണ്. എന്താ ഇവിടെ ഒരു ഒട്ടകത്തെ വെച്ചിട്ടുണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഒട്ടകത്തെ കാണാൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മുമ്പിൽ കാണുന്നതാണ് ഈ ഒരു പ്രസിദ്ധമായ ഫോർട്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി പാസ്സൊക്കെ എടുത്തിട്ട് കയറണം.
11:30 ക്ലോസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിന് മുമ്പ് നമുക്ക് കയറണം. ഭയ്യ ഫോർട്ട് കാ ജഗ കിതറയ്യേ. ഓക്കെ, ഇതൊക്കെ ഓരോ കവാടങ്ങളാണ്. ഈ സൂക്കിലേക്കുള്ള കവാടങ്ങളാണ് കേട്ടോ. ഇതുവഴി ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 11:30 ഇവിടുത്തെ ഇത് ക്ലോസ് ചെയ്യും കേട്ടോ. സൂക്കിപ്പം പള്ളിയിലൊക്കെ പോകുന്ന സമയത്തിന് മുമ്പ് ക്ലോസ് ചെയ്യുമായിരിക്കും കേട്ടോ. സൂക്കിലാണ് ഭയങ്കര തിരക്കും ഭയങ്കര ആളെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റാത്തത്ര തിരക്ക്. നമ്മളപ്പോൾ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഇതാണ് ഫോർട്ടിൻ്റെ മെയിൻ ഗേറ്റ്. ഇതുവഴി കയറിപ്പോയി പാസ്സൊക്കെ എടുത്തിട്ട് വേണം ഈ ഒരു കോട്ടയ്ക്കുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒക്കെ കുറേ പേര് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ ഒരു എൻട്രൻസ്. സ്കൂട്ടറൊക്കെ പോകുന്നുണ്ട്. ഇതാണ് ഈ ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്നാണ് കയറുന്നത് കേട്ടോ, നിസ്വ ഫോർട്ട്. ഇവിടെ ഒരു വണ്ടി ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. വിൻ്റർ പ്രോമോ ഒമാനി ക്രാഫ്റ്റൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് പോലത്തെ സംഭവമാണ്. നിസ്വ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറും. ഇവിടെ കുറേ പേര് കാത്തിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു പീരങ്കിയൊക്കെ ഇരിപ്പുണ്ട് പണ്ടത്തെ. അസ്സലാമു അലൈക്കും. വേർ ഈസ് ദ പാസ്? നമ്മളപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടുന്ന് പാസ് എടുക്കണം. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ക്യൂ നിൽക്കുന്ന കണ്ടില്ലേ? ഇത്രയും പേരും പാസ് എടുത്ത് അകത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. വെൽക്കം ടു നിസ്വ ഫോർട്ട്. $5 കൊടുക്കുമ്പോൾ നമുക്ക് കൊടുത്ത പാസ് കിട്ടും കേട്ടോ. ഇവിടെ എന്തോ പരിപാടി നടപ്പുണ്ടേ. ഇവിടുത്തെ ട്രഡീഷണൽ രീതിയിലുള്ള ഇവിടുത്തെ പരിപാടിയാണ്. നമ്മൾ പാസ് എടുത്ത് അകത്ത് കയറുമ്പോൾ കണ്ട കാഴ്ചയാണ് ഫസ്റ്റിലത്തെ. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള പരിപാടിയാണ്. വാളൊക്കെ പിടിച്ചിട്ട് പരിപാടി നടക്കുന്നുണ്ടോ? നല്ല രസമുണ്ട്. എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കിണറാണ് ഇത്. ഇതെൻ്റെ തൊട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്, മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഫോർട്ട് കഫേയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു കഫേയാണിത്. അവിടെ ഒരു കുതിരയും പരിപാടിയൊക്കെ ഉണ്ട്, കുതിര സവാരിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണ്, ടു ദ എക്സിബിറ്റ്സ്. അപ്പോൾ ഈ ഒരു ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവമുണ്ട്. ഇതൊക്കെ ഓരോന്ന് ഇവിടുത്തെ കലാരൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ, ഇവിടുത്തെ ട്രഡീഷണൽ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഫഹം വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. എല്ലാം ഇവിടെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഫോർട്ടിൻ്റെ ഉള്ളിലെ ഈ ഒരു വാതിലുകളുടെ ചാവി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വാതിലുകളുടെ ചാവി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത് കേട്ടോ. പണ്ടത്തെ ചാവികളുണ്ടല്ലോ, ഭയങ്കര വലിപ്പമുള്ള ചാവികൾ. ഓക്കെ, ഇതിവിടുത്തെ പൂട്ടും കാര്യങ്ങളൊക്കെയാണ്. പഴയ പൂട്ടും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പാഡ്ലോക്കും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ട്രഡീഷണൽ രീതിയിലുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്, ആഭരണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ഒമാനീസ് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ഈ ഫോർട്ടിൻ്റെ ഉള്ളിലുള്ളവർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇതിവിടുത്തെ ഇതുണ്ട്, ഓരോ സ്റ്റോറേജ് ജാറുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഇവിടുത്തെ ഈത്തപ്പന വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളാണ്.
ഇതിവിടുത്തെ അറയാണ് കേട്ടോ, സ്റ്റോറേജ് അറയാണ്, ഡേറ്റ് സ്റ്റോർ. നമ്മുടെ ഈത്തപ്പഴമൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അറയാണ് കേട്ടോ. അത് പണ്ട് സമയത്ത് ആ ഒരു അറയാണിത് കേട്ടോ, ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരറ. ഇതിവിടുത്തെ പാത്രങ്ങളൊക്കെയാണ്, പണ്ടത്തെ പാത്രങ്ങളൊക്കെയാണിത്. ചെമ്പിൻ്റെ പാത്രങ്ങളാണ് ഇതൊക്കെ, ഇതുണ്ടല്ലോ. അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് നീ മേളിലോട്ട് കയറണം. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോട്ടയുടെ ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് ഒരു 5 കടമ്പ കിടക്കണം. 5 കടമ്പ കിടക്കണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് കയറുമ്പം ഇതുപോലൊരു സംഭവമുണ്ട്. അത് മേളിൽ നിന്ന് കുറച്ച് സാധനം വീഴും. ഇൻ കേസ് ഇവിടുന്ന് രക്ഷപ്പെട്ട് രണ്ടാമത്തേനകത്ത് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെയും ഒരു കടമ്പ കിടക്കേണ്ടി വരും. അങ്ങനത്തെ 5 കടമ്പ കടന്നാലാണ് നമുക്ക് ഈ ഒരു ഫോർട്ടിൻ്റെ ഉള്ളിൽ ശത്രുക്കൾക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. നമ്മളിപ്പോൾ എന്തായാലും ഫോർട്ടിൻ്റെ ഇവിടെ ഉണ്ട്, ആ ഒരു രൂപഘടന ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റിലത്തെ കടമ്പ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്, ടു ദ ഫോർട്ട്. ഓക്കെ, ഇതാണ് ആദ്യമത്തെ വാതിൽ. ഈ ഒരു വാതിൽ തുറന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കുഴിയാണ് കേട്ടോ, ഈ ഒരു കുഴിയാണ്. ഇതിപ്പോൾ അടച്ചു വെച്ചേക്കുവാണ് ഗ്ലാസ് ഇട്ടിട്ട്. ഈ ഒരു കുഴിയിൽ, ഈ വാതിൽ തുറന്ന് നമ്മൾ ഈ ഒരു കുഴിയിലോട്ട് വരുമ്പോൾ തന്നെ ഈ ഹോളിൽ നിന്ന് തിളച്ചെണ്ണ വീഴും. ഇനി എങ്ങാണോ എസ്കേപ്പ് ആയിട്ട് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈ കുഴിയിലോട്ട് വീഴും, ഇതറിയത്തില്ലെങ്കിൽ. അങ്ങനെ ഇത് കഴിഞ്ഞ് രണ്ടാമത്തേനകത്തോട്ട് പോവാണ്. രണ്ടാമത്തെ ഇതാണ്, ഇവിടുത്തെ വാതിലിപ്പോൾ മാറ്റി വെച്ചേക്കുവാണ്. ഇതും നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ നേരെ കുഴിയിലോട്ട് വീഴും, മേളിൽ നിന്ന് തിളച്ചെണ്ണ വീഴും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് അടുത്തത്. അങ്ങനെ 3rd 4th കഴിഞ്ഞിട്ട് വേണം 5th എത്താൻ. 3rd 4th താണ്ടുമെന്ന് പോലും അറിയില്ല. 1st 2nd തന്നെ ആൾക്കാർ മേളിൽ തിളച്ചെണ്ണ വീണ് അപ്പോൾ തന്നെ വടിയാവും. അതുകൊണ്ട് ഒരു കാരണവശാലും മുകളിൽ എത്തത്തില്ല. അത്രയ്ക്കിട്ടുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സംഭവമാണിത് ഇവർ പണിഞ്ഞു വച്ചേക്കുന്നത്. ഈ ഒരു ഹോളിയിൽ കൂടെ തിളച്ചെണ്ണ തലയിൽ വീഴും. അങ്ങനെ നമ്മൾ 4ാമത്തെ ഈ ഒരു വാതിലിൻ്റെ അവിടെ എത്തി കേട്ടോ. 3ഉം 4ഉം 4ാമത്തെ വാതിലാണിത്. ശത്രുക്കൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ഹോള് കാണാൻ പറ്റും. ഈ ഹോളിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതായി കാണുന്നില്ലേ, ഈ മേളിൽ നിന്ന് തിളച്ചെണ്ണ വീഴും. ഇനി എങ്ങനെയാണ് എസ്കേപ്പ് ആയിട്ട് ഈ ഡോറ് തുറന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ കുഴിയിലോട്ട് വീഴും, ഈ കുഴിയിലോട്ട് വീഴും. അങ്ങനെ ഒരു കാരണവശാലും ആൾക്കാർക്ക് മേപ്പോട്ട് കയറിപ്പോകാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ കടമ്പകൾ ഒരുപാടുണ്ട്. ഇതാ അടുത്തത്. അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറുകയാണ്. അടുത്ത 5ാമത്തെ സ്റ്റെപ്പിലേക്ക് 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇവിടുന്ന് മുകളിൽ നിന്ന് തിളച്ച എണ്ണ ഇങ്ങനെ ഒഴിക്കും. ഇനി അഥവാ ഇതും കൂടെ നമ്മൾ രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറ് തുറക്കുവാണെങ്കിൽ അടുത്ത കുഴിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ 5ാമത്തെ സ്റ്റെപ്പ് കയറിയാലാണ് നമുക്ക് ഈ ഒരു ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലെത്താൻ പറ്റുമോ. അങ്ങനെ ഈ ഒരു ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു വാതിൽ തുറക്കുമ്പോൾ തിളച്ച എണ്ണ വീഴുമെന്നുള്ള ഇതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് തിളച്ച എണ്ണ താപ്പോട്ടൊക്കെ ഒഴിക്കുന്നത്. ആ വാതിൽ തുറന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ തിളച്ച എണ്ണ ഒഴിക്കുന്ന സ്ഥലമാണിത്. ഈ കടമ്പ കഴിഞ്ഞാലാണ് അടുത്ത ഡോറ് തുറക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തേതാ നമ്മൾ ഈ വഴിയൊക്കെയാണ് കയറി വന്നത് കേട്ടോ. ഫസ്റ്റ് കയറി വന്നതാണ്ട് ഇതുവഴിയാണ്. ഇവിടുന്ന് ഇവർ തിളച്ച എണ്ണ ഒഴിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതാ. ഇത് ഫസ്റ്റിലത്തെ. ഈ മുകളിൽ നിന്ന് ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് വീക്ഷിക്കും. ഇവിടെ നിന്നിട്ടാണ് ഈ ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് അറിയുന്നത്. അത് കയറി വരുന്നവർക്ക് അറിയത്തില്ല, ഒരു ഹിഡൻ സംഭവമാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് അവർ വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തിളച്ചെണ്ണ ഒഴിക്കും. അഥവാ ഇനി അതും അവർ താണ്ടി തിളച്ചെണ്ണ അവരുടെ ദേഹത്ത് വീണിട്ടില്ലെങ്കിൽ അവർ ആ ഡോറ് തുറക്കാൻ ശ്രമിക്കും. ഡോറ് തുറക്കുവാണെങ്കിൽ ഡയറക്റ്റ് കുഴിയിലോട്ട് വീഴും. ഇതുണ്ട് ഇവിടുത്തെ, ഇതൊരു കിണറാണ് കേട്ടോ. ഭയങ്കര കുഴിയുള്ളൊരു കിണറാണ്, വലിയൊരു കിണറാണ് ഇത്. അടിപൊളിയല്ലേ. അപ്പോൾ യൂട്യൂബറായിട്ടുള്ള ധ്രുവരാട്ടി വന്ന് വിസിറ്റൊക്കെ ചെയ്ത സ്ഥലമാണ് കേട്ടോ. പുള്ളിക്ക് ആകെ ഒരു കിളി പോയ ഒരു സംഭവമായിരുന്നു ഈ ഒരു ഫോർട്ടിൻ്റെ ഉൾവശം കണ്ടത്.
മോസ്റ്റ് ഡേഞ്ചറസ് ഫോർട്ട് എന്ന അയാൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇവിടുത്തെ പീരങ്കിയിലെ ഉണ്ട കണ്ടോ, ഇത് പീരങ്കി ഉണ്ടയാണേ. എന്തൊരു വെയിറ്റ് ആണെന്ന് അറിയാം ഒരെണ്ണം എടുക്കാൻ. അയ്യോ, ഇതൊക്കെ ദേഹത്ത് വന്ന് അടിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഇവിടുത്തെ പീരങ്കിയും ഉണ്ടയാണിത്. ഇവിടെ നിന്നിട്ടാണ് ഉണ്ട നിറച്ച് അടിക്കുന്നത് പെട്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ആ ടോപ്പിലെ വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും സംഭവം പൊളിയാട്ടോ, അടിപൊളിയാണ്. ഹായ് മാം. ഇതാണ് സൂക്കിൻ്റെ പുറകുവശം കേട്ടോ. ഇത് കോട്ടയ്ക്കുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നിസ്വേല ഫുള്ള് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ട് ഫുള്ള് വീക്ഷിക്കാൻ പറ്റും. ഇതുണ്ടോ, അടിപൊളി വ്യൂ അല്ലേ ഇവിടെ. ഇനി ഇതുവഴിയാണ് ഇറങ്ങിപ്പോകുന്നത്. നമ്മളിതുവഴി ഇങ്ങനെ ഇറങ്ങി, അതൊക്കെയാണ് ആ ഒരു എന്താ പറയുക, ഒരു ഹോള്. ആ ഹോൾ ഇവിടുത്തെ ഗൈഡാണ്. This well has become like a prison. It's all prison, that prison, so nobody can see it. So no way to reach it. It's not easy. We will see it. ഒരു കാരണവശാലും ആൾ മേളിൽ എത്തത്തില്ല എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ആൾ മേളിൽ എത്തത്തില്ല. ഈ ഒരു കടമ്പകളൊക്കെ താണ്ടി മേളിൽ ഒരിക്കലും എത്തത്തില്ല എന്നാണ് ഈ ഒരു ഗൈഡ് ഈ ഒരു ടൂറിസ്റ്റുകളോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ, വിവരിക്കുന്നത്. അതിൻ്റെ ഒരു രൂപരേഖയാണിത്. So it's not only one step, 1, 2, 3, and then you are still going. So if you skip from the first, you're not skip from the second, or second, you're not skip from the third. You're not going to do it. ഇപ്പോൾ 1 കഴിഞ്ഞാൽ 2 പിടിക്കും, 2 കഴിഞ്ഞാൽ 3 പിടിക്കും, 3 കഴിഞ്ഞാൽ 4 പിടിക്കും. അപ്പോൾ ഇതിനെ മർഡർ ഹോൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് മർഡർ ഹോൾ. Go up. Who cannot, please. Because it's bed. മർഡർ 1, മർഡർ 3, മർഡർ 4 അങ്ങനെ പറയുന്ന കേട്ടോ ഇതിനൊക്കെ. ഇത് ആളുകൾ അറ്റാക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇത് ഇവിടെ ഇരുന്നിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. താങ്ക് യു. ഇതാണ് മർഡർ ഹോൾ. മർഡർ ഹോൾ 1 ഉണ്ട്, 2 ഉണ്ട്, B ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര തിരക്ക് തന്നെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടെ. ഭയങ്കരമായിട്ട് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഒമാനിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.